ഇനിയും തിരിച്ചറിയപ്പെടാതെ പോയ സ്നേഹത്തിൻ്റെ പേരാണ് ദിവ്യകാരുണ്യം. ഈ ആഴവും സ്നേഹവും അറിയുമ്പോഴേ ശരിക്കും എല്ലാ ബന്ധങ്ങളും നേരെയാവൂ. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും എന്തോരം സ്നേഹിക്കുന്നു പറഞ്ഞാലും ദിവ്യകാരുണ്യം, ഈശോയുടെ സ്നേഹം അതിലേക്ക് ഒഴുകുമ്പോഴാണ് ആ ബന്ധം ഭംഗിയാവുള്ളൂ. ഈ ലോകത്തുള്ള ഏത് സൗഹൃദങ്ങളാകട്ടെ അത് ഒന്നുകിൽ അത് പൊട്ടിപ്പോകും, അല്ലെങ്കിൽ അത് ചങ്ങലയായി ബന്ധിക്കും. ഈ ബന്ധിക്കാത്ത, പൊട്ടിപ്പോകാത്ത സ്നേഹബന്ധത്തിൻ്റെ നൂല് വരുന്നത് ദിവ്യകാരുണ്യത്തിൽ നിന്നാണ്. അപ്പോൾ ആ ഒരാഴം നമ്മൾ അറിയാതെ പോകുന്നൊരു അനുഭവമുണ്ട്. ഇപ്പോൾ ഞാൻ വാവാ ഈശോ എന്ന പാട്ടിൽ അതെങ്ങനെ എഴുതിയിട്ടുണ്ട്. കുറേ അതിൻ്റെ വരികളെല്ലാം തന്നെ അങ്ങനെയാണ്. അത് ഫൗസ്റ്റീനാമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. മാലാഖമാർക്ക് മനുഷ്യരോട് അസൂയുണ്ട് ഈ രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, ദിവ്യകാരുണ്യമായിട്ട് ഈശോയെ സ്വീകരിക്കാൻ പറ്റാത്തത്. രണ്ട്, സഹിക്കാൻ പറ്റാത്തത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ എഴുതിയതാണ്. ഈശോയെ കൈക്കൊള്ളാൻ കഴിയാതെ കൊതിയോടെ കുഞ്ഞുമാലാഖ നിൽക്കുമ്പോൾ പൊന്നു പാത്രം വിട്ട് പൊന്നീശോ എത്തുന്നു എന്നെയും പൊന്നോമനയാക്കാൻ. അതിൽ ജോൺ മരി വ്യാനി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു വ്യക്തി കുർബാനയ്ക്ക് പോയിട്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കാതിരിക്കുന്നത് ഒരു നീരുറവയുടെ അടുത്ത് ദാഹജലം കിട്ടാതെ ഒരാൾ കടന്ന് മരിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി: ഈശോയെ കൈക്കൊള്ളും നേരമെന്നുള്ളത്തിൽ കാവൽ മാലാഖ പാടുന്നു, ദാഹിക്കും ഹൃദയമിതാ നീരുറവയാകുന്നു, സ്വർഗീയ നീർച്ചാലൊഴുകുന്നു.